നിങ്ങളവിടെ വന്നിരിക്കും. വിവരം അറിഞ്ഞ് ഞങ്ങള് വന്നപ്പോഴേ അവന് ഓടിക്കളഞ്ഞു. ഒന്ന റാസ്കൾ, എന്റെ കയ്യിലെങ്ങാനും അവനെ കിട്ടിയാല് അവന്റെ നട്ടല് ഞാൻ എടുക്കും. അവരൊന്നും ചെയ്യില്ല സാറേ, അവരൊന്നും പറയില്ല സാറേ. ഞങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. പറഞ്ഞ് ശരിയാക്കാണ്, ഒന്നിന്റെ ആവശ്യമില്ല. അവനെ പോണത് ജയിലിലാക്കാൻ. അവനെ കൈ കിട്ടട്ടെ, എല്ലാം ശരിയാവും. അവനിപ്പൊ നിൽക്കുന്നത് അക്രമത്തിന്റെ അങ്ങേയറ്റത്താണ്. ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. അത് പിന്നീട്. ആദ്യം ശിക്ഷ. ഇവിടെ ജോസഫേ, നിങ്ങൾ അവന്റെ രക്ഷകർത്താക്കളാണ്. അതുകൊണ്ടാണ് ഇപ്പൊ അവൻ മാത്രമല്ല ചീത്തയാവുന്നത്, അവൻ ബന്ധപ്പെടുന്ന എല്ലാവരും. മാത്രമല്ല അവന്റെ വീട്ടുകാരും ശിക്ഷ അറിയിക്കുന്നതാണ്. ഞാൻ പിന്നെ പറയാം, കാര്യം ഞാൻ പറഞ്ഞു തരാം. അവൻ ലഹരി മരുന്ന് വിൽപ്പന നടത്തി ലഭിക്കുന്ന പണം ഏത് രീതിയിലൊക്കെയാണ് അവൻ വിനിയോഗിക്കുന്നത്, ആരൊക്കെയാണ് അതിന്റെ ഗുണഭോക്താക്കൾ, ഇവയെല്ലാം പരിശോധിക്കും. കുറഞ്ഞത് 20 വർഷമെങ്കിലും ശിക്ഷ ലഭിക്കും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാം. ഇതെല്ലാം ഇതിന്റെ ശിക്ഷയുടെ ഭാഗമാണ്. പറഞ്ഞത് മനസ്സിലായല്ലോ ജോസഫേ? അവൻ വരികയാണെങ്കിൽ സ്റ്റേഷനിൽ വന്ന് സറണ്ടർ ആവാൻ പറയും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പണിയുണ്ടാക്കാനാണ് അവന്റെ പ്ലാൻ എങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ പണിക്ക് നീങ്ങും. ഏതായാലും ഞാൻ വന്നതല്ലേ, ഇവിടേക്ക് ഒന്ന് പരിശോധിച്ചിട്ട് പോവാം. ഇപ്പോ ഞാൻ പോകുന്നു, വീണ്ടും എന്നെ ഇങ്ങോട്ട് വരുത്തരുത്. അവൻ ഇവിടെ വരികയാണെങ്കിൽ അവനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാം സാറേ. ശരി, ഇപ്പൊ ഞാൻ പോകുന്നു.